നമസ്കാരം. ട്രാഫിക്കിൽ പെട്ടുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. പ്രധാനമായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുടെ മണിപ്പുരയിലാണ്. അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റിലീസ് എന്നാണ് 19-ാം തീയതി റിലീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ നടപടികളാണ്. അതാണ് നമ്മുടെ പോസ്റ്റർ. അപ്പോൾ ഞാനും സുനിലുമായിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ചന്ത, കാന്താരി, ഭരണകൂടം എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. അപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മുന്നിൽ വന്നിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു കേക്കിനെ കുറിച്ച്, കേക്ക് എങ്ങനെ ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി 2 കേക്ക് കമ്പനികൾ തമ്മിലുള്ള ഒരു മത്സരം അല്ലേ? അതാണ് എൻ്റെ ഇതിവൃത്തം. വളരെ സിമ്പിളും വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും. നമ്മളിപ്പോൾ ഡ്രഗ്സിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതൊന്നും നമ്മുടെ സിനിമകളിലില്ല. അപ്പോൾ ഞാനും സിനിമയും ചെയ്ത പടങ്ങളാണെങ്കിലും ഞാൻ ചെയ്ത ആക്ഷൻ സിനിമകളാണെങ്കിലും അതിലൊന്നും ഞാൻ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് വയലൻസ്. അതായത് ബ്ലഡ് ഷെഡ്, റിയൽ മാർഷൽ ആർട്സ് ആക്ഷൻ മാത്രമുള്ള, അതും അമിതമായിട്ടില്ല. ഒരു പടത്തിൽ 3 ആക്ഷൻ ഉണ്ടാവും, അത്ര ഉണ്ടാവും. ബ്ലഡ് ഷെഡൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല, നിർബന്ധമുണ്ടാകും. അതുപോലെ തന്നെ റേപ്പ് അതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മളൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്കൊരിക്കലും ഒരു മേക്കേഴ്സിനോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനത്തെ സിനിമ എടുക്കണമെന്ന്. അവർക്ക് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളും അതുപോലെ സെൻസർ ബോർഡ് അതുപോലുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഇങ്ങനെയുള്ള സിനിമയാണ് പുറത്തു വരുന്നത്. നമുക്കൊരിക്കലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ നിർമ്മിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പണ്ട് പോലെ ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന കാലത്ത് ആദ്യം വരുമ്പോൾ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. വില്ലന് ഒരു 2 റേപ്പ്, ഒരു 3-4 ഫൈറ്റ്, അങ്ങനെ ഒരു ഫോർമുല വന്നുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഞാൻ വില്ലനായിട്ട് വരുന്നത്. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ഒപ്പോസ് ചെയ്തു. ഒരു വില്ലന് റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവന് പൈസ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ അയാൾ റേപ്പിച്ചാണ്. അപ്പോൾ ലോജിക്കലി ഞാനത് പിന്നെ അത് വലിയ മാറ്റമായിരുന്നു. ഞാൻ ചെയ്ത് വില്ല കഥാപാത്രങ്ങൾ കണ്ടറിയാം, അതൊരു വലിയ മാറ്റമായിരുന്നു. അപ്പം അങ്ങനെ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ കുടുംബസമേതം കാണാൻ പറ്റുന്ന സിനിമകൾ. അപ്പോൾ അവിടെ മോനൊരു സിനിമ ഓഫർ വന്നിരുന്നു, ഫുൾ ഡ്രഗ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടത്. ഞാനത് ഡിസ്കാർഡ് ചെയ്തു. കാരണം നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നല്ല സിനിമകൾ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന സിനിമ നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യവും അതുപോലെ ഓഡിയൻസിന് അവരുടെ ചോയ്സുണ്ട് സിനിമ കാണുന്നത്. അപ്പം നമ്മൾ തീരുമാനിക്കുക അങ്ങനത്തെ സിനിമ കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുന്നത് ഒരു വിഷയം. ആക്ഷന് ഒരു പുതിയ സ്റ്റൈല് അവതരിപ്പിച്ചത് ബാബുവാണ്. ഒരു സ്റ്റൈൽ പിന്നെ സ്റ്റൈലാണ് ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു എൻ്റെ സിനിമകൾ കണ്ടറിയാം. ഒരു തുള്ളി ബ്ലഡ് പോലും പുറത്തുണ്ടാവില്ല. അതുപോലെ ഇടി കൊണ്ട് ആൾക്കാർ പറന്ന് പോയിട്ട് അവിടെ ഇവിടെ അങ്ങനത്തെ പോയത് ഇടി കൊണ്ട് അടുത്ത് വീഴുക, ഒരു വയലൻസ് കുറച്ചിട്ടുള്ള ആക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പണ്ട് തൊട്ട് വളരെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് കൊച്ചുകുട്ടികൾക്കിപ്പം എല്ലാ സിനിമ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഗാന്ധാരി സിനിമ ചെയ്യും. ഒരു മതിലിൻ്റെ മേലെ നിന്ന് ചാടി താഴെ ഇറങ്ങിയിട്ട് ഒരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ ചെയ്യുമ്പോഴാണ് ബാബു ഒരു പ്രത്യേക സൗണ്ട് ആക്ഷൻ ഇട്ടത്. പിന്നീട് ബാബുവിൻ്റെ പടങ്ങളിലെല്ലാം ആ ആക്ഷൻ ആ സൗണ്ടാണ് ഫോളോ ചെയ്തത്. അത് വളരെ 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 ഒരു ട്രെൻഡായി മാറി. ഞാൻ പ്രതീക്ഷിച്ചല്ലത്. ബാബു ഇങ്ങനെ ജമ്പ് ചെയ്ത ഉടനെ ഈ ഒരു സാധനം തോന്നുന്നു. സാധനം തോന്നുമ്പോൾ എനിക്കും മലേഷ്യ ഭാസ്കറിനും ക്യാമറമാൻ RHS ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്നെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സംഭവങ്ങളിലൂടെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതൊരു ഇതാണ്. കാരണം നമ്മളിപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പടങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ അതിനകത്ത് വയലൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റോറിയൊക്കെ ഡയറക്ഷൻ എല്ലാം ഡിപ്പെൻഡിങ് ഓൺ
ഏതാ കേക്ക് സ്റ്റോറി? കേക്ക് സ്റ്റോറിയുടെ റൈറ്ററും നായികയാണ് എൻ്റെ മോളാണ് വേദ. ആളാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്, ആളാണ് ഇതിലെ നായിക. കേക്ക് സ്റ്റോറി പേര് പോലെ തന്നെ കേക്കിനെ കുറിച്ചുള്ളൊരു കഥ തന്നെയാണ്. അത് ആസ് എ കേക്ക് ഇറ്റ്സ് എ സ്വീറ്റ് സ്റ്റോറി. എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാണുന്ന എല്ലാ പ്രേക്ഷകനും ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ കേക്കിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. നമ്മൾ ഏത് ഒക്കേഷനിൽ പോയാലും നമ്മൾ കേക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതുമായിട്ട് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന കേക്കും വേദ ഉണ്ടാക്കുന്ന കേക്കും തമ്മിലൊരു മത്സരമാണ്, കോമ്പറ്റീഷൻ. അത് അശോകനുണ്ട്, അത് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുണ്ട്. ബാബു ഇതിനകത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തു. എന്തെന്നുള്ള ഞാൻ പറയുന്നില്ല, അത് സിനിമ കണ്ടിട്ട് ആസ്വദിക്കാനുള്ളതാണ്. ബാബു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഓഡിയൻസിന് തല്ലു കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഈ കാക്കമുട്ട പോലെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? അതെ അതെ, കാക്കമുട്ട പോലെയൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അതിൻ്റെ ക്ലൈമാക്സിൽ ബാബുവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് അതിൻ്റെ ഒരു സസ്പെൻസാണ്, കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈയിടെ ചെയ്ത സിനിമകളൊക്കെ മദനോത്സവം, ഒരു ജാതി ജാതകം, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പം മരണമാസം എന്ന സിനിമ വരുന്നുണ്ട്, അതിലൊരു ഡിഫറെൻ്റ് വേഷമാണ്. അതിലൊക്കെ വ്യത്യസ്തമായ ഒരു സാധനമായിരിക്കും ഇതിനകത്തുണ്ടാവും. മാർഷൽ ആർട്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമയാണോ? മാർഷൽ ആർട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമയാണ്. നമ്മളത് മാർഷൽ ആർട്സിനെ ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു ബഡ്ജറ്റും ഒരു സംഭവങ്ങളൊക്കെ വേണം. പണ്ടത്തെ പോലെ ഇപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. അത് വരുന്നുണ്ട്, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചന്തയുടെ സെക്കൻഡ് പാർട്ട് പ്ലാനിങ്ങിലാണ്. അത് അതിൻ്റെ സമയമായിട്ടിരിക്കുന്നു. നല്ലൊരു ബഡ്ജറ്റുള്ള സമയത്ത് വരുമ്പോൾ വളരെ നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ഇത് എൻ്റെ വൈഫാണ് ബിന്ദു, ആളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. നമ്മുടെ എൻ്റെ 17ാമത്തെ പടമാണ്. മാനത്തെ കൊട്ടാരം, ചന്ത, ഗാന്ധാരി, ഭരണകൂടം തുടങ്ങി ഇതിൻ്റെ 17ാമത്തെ പടമാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ 16 പടങ്ങൾ ചെയ്തതിലും കൂടുതൽ, ഏറ്റവും കൂടുതൽ എടുത്ത് ഇത് ഫിനിഷാക്കാൻ ബുദ്ധിമുട്ടിയൊരു പടമാണ്. കാരണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സീനുകൾ കൂട്ടൊന്നും ഡെവലപ്പില്ല. ഞങ്ങൾ കേരളത്തിൻ്റെ ഈ തല തൊട്ട് ആ തല വരെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കേക്ക് മേക്കിങ്ങും മദ്രാസിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എനിക്കൊരു അംശം എല്ലാവർക്കും അറിയാം. അനവധി ഷെഡ്യൂളിലൂടെയാണ് കേക്ക് സ്റ്റോറി പൂർത്തിയാക്കാൻ പറ്റുന്നത്. കേക്ക് മേക്കിങ്ങിന് ഇതിൻ്റെ ഒരു ത്രൂ ഔട്ടായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അത് ഈ ചിത്രത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന ഏതൊരാളും ഈ പടം കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടേ വിട്ടു. അത്രയ്ക്ക് കേക്കിനോടുള്ളൊരു ഇഷ്ടം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിഫറെൻ്റ് ആണ്, എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച്. കൂടുതൽ ആ സിനിമയെക്കുറിച്ച് അങ്ങോട്ട് പറയുന്നില്ല, സിനിമ കണ്ട് ആസ്വദിക്കുക. നായികയാവാൻ വേണ്ടിയാണോ സ്വയമായിട്ട് തിരക്കഥ എഴുതിയത്? അല്ല, ഇതിലേക്ക് നായിക ആക്കപ്പെട്ടതാണ്. ഞാനാണ് സജസ്റ്റ് ചെയ്തത്. ബാബുവാണ് ആദ്യമായിട്ട് വേദയെ നായികയാക്കാൻ സജസ്റ്റ് ചെയ്തത്. വേദയ്ക്ക് നായികയാവുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും നമ്മളത് ഡിസൈഡ് ചെയ്തില്ലാണ്. ഇതിനുവേണ്ടി ഓഡിഷൻ നടത്തി. അപ്പോൾ ആ കഥാപാത്രത്തിന് പറ്റിയ ഒരാളെ ഒത്തുവന്നില്ല. അപ്പോഴാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജിബിയും ബാദുഷി എല്ലാം കൂടി വേദയെ പിടിച്ചു നോക്കി. ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു പടം, ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു പടം, അതിൻ്റെയൊക്കെ ഒരു ലൈനിലുള്ളൊരു സാധനം. അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റായിട്ടുള്ള എടുത്തിരുന്നു. ആ ചോക്ലേറ്റ് എന്നെ ബേസ് ചെയ്തിട്ടുള്ള കഥ വ്യത്യാസമുണ്ട്. അതിൻ്റെ അതെങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. വേറൊരു വേർഷൻ. അത് നമ്മൾ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. സിനിമ കണ്ടുപോലും കാണും. ഞാൻ കണ്ടോ? നമുക്ക് ഒരു കേക്ക് മുറിക്കാം. ടേസ്റ്റ് സ്റ്റോറി എല്ലാവരും സിനിമ കാണണം. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോകാം. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സിനിമയാണ് ഉറപ്പ് തരുന്നത്. ഇന്ന് പല സിനിമകൾക്ക് അങ്ങനെ ഒരു പരാതി പറയുന്നുണ്ട്, ഓവർ വയലൻസ് വരുന്നുണ്ട്. ഒന്നുമില്ലാത്തൊരു പടമാണ്. ബാബുചേട്ടാ, ഒരു ആക്ഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് മാറി ഇല്ല. അയ്യോ, ബാക്കപ്പ് ചെയ്യുന്നു. അഞ്ചൊക്കെ എടുക്കാൻ എളുപ്പമായിരുന്നു.
കേക്ക് അങ്ങോട്ട് ഞാൻ കണ്ടു. നിതീഷ് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കേക്ക് സ്റ്റോറിയുടെ ലെറ്റർ ടൈപ്പാണിത്. അത് ബാബും നീ കൂടി തന്നെ കട്ട് ചെയ്തോളൂ. നിങ്ങൾ തന്നെ കട്ട് ചെയ്തു, നിങ്ങൾ രണ്ടുപേരും കട്ട് ചെയ്തു. 2 കമ്പനിക്കാരല്ലേ? ആ ഓക്കെ. ബാബുവിന് നീ കൊടുക്കും. എല്ലാവർക്കും എല്ലാവർക്കും കേക്ക്. എല്ലാവരും കട്ട് ചെയ്ത് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു കേക്ക് സ്റ്റോറി തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്തായാലും പഠിക്കണമല്ലോ. അപ്പോൾ തിരക്കഥാകൃത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണോ അതോ അത് എക്സ്പീരിയൻസ് ചെയ്തതിലാണോ? ഡെയിലി കഴിച്ച് പഠിച്ചു. അതായത് കേക്ക് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കേക്ക് മേക്കിംഗ് ചെയ്യാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഫുള്ള് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഞാനത് അന്വേഷിച്ച് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 5th സ്റ്റാൻഡേർഡ് വരെ നോർമൽ സ്കൂളിൽ പോയിട്ടുള്ളൂ. വേദ പിന്നീട് സ്കൂളിലല്ല പഠിച്ചത്. 12 വർഷം ബി സ്കൂളിംഗ് സമ്പ്രദായത്തിൽ, ഗുരുകുല സമ്പ്രദായത്തിൽ ഭാരതം യാത്ര ചെയ്തിട്ട് ഭാരതം മൊത്തം യാത്ര ചെയ്യുണ്ടായത്. പരീക്ഷകളെയല്ല, ഭാരതം മൊത്തം യാത്ര ചെയ്ത് എല്ലാം നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചതാണ്. 4 ഭാഷകൾ: സംസ്കൃതം, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്. പിന്നെ നമ്മൾ പൗരാണിക വേദങ്ങൾ, ഉപനിഷത്ത്, ബൈബിൾ, ഖുർആൻ തുടങ്ങി ഇങ്ങോട്ട് കമ്പ്യൂട്ടർ സയൻസ് വരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് സ്വന്തമായിട്ട്. 12 മണിയും 18 വയസ്സും ഗ്രീൻ ബുക്കാണ് പബ്ലിഷ് ചെയ്തത്. ചെറുകഥാ സമാഹാരമാണ്. ഇങ്ങനെയാണ് വേദം വളർന്നു. ആരായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയിലൂടെ പഠനം? ഞാൻ അതിനുവേണ്ടിയാണ് കുറച്ച് കാലം സിനിമയിൽ നിന്നൊന്ന് മാറിയിരുന്നത്. എനിക്ക് ആ എഡ്യൂക്കേഷൻ, എന്നാൽ പ്രസൻറ്റ് എഡ്യൂക്കേഷൻ രീതികളിൽ എനിക്കൊരു പോരായ്മ തോന്നി. അപ്പോൾ വേദ ഇങ്ങനെ പഠിപ്പിച്ചു. എന്നാണ് വേദ ഈ ഒരു ഇതിലേക്ക് ഉയർന്നു വന്നത്. കുറച്ച് എല്ലാവർക്കും എടുത്തോണ്ട് അതാരാ നന്നായി പഠിക്കാൻ ആരാ? പ്രൊഡ്യൂസർ വല്ലാത്ത ട്രാഫിക് എന്ന സ്ഥലത്ത് വണ്ടി നീങ്ങുന്നില്ല. എല്ലാവർക്കും എടുത്തോട്ടെ. ഗണപതിക്ക് കല്യാണം തുടങ്ങി. എന്നെ പൊതിഞ്ഞില്ല, വേറെ വഴിയില്ലായിരുന്നു. ടിഷ്യൂ പേപ്പർ ഉണ്ടോ? Hello.
അതായത് എബ്രഹാം ഖുറേഷിയുടെ വലങ്കയായിട്ട് ദാവൂച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ഞാനും കണ്ടായിരുന്നു. ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള സിനിമകൾ കാണണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ, ആക്ഷൻ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ നമുക്കും അതിനകത്ത് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ ചെയ്ത പടങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റ് സിനിമകളാണ്. അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് നമുക്ക് ആക്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ നല്ല ആഗ്രഹമുണ്ട്. വിളിക്കുമെന്ന് വിചാരിക്കുന്നു. എമ്പുരാൻ 3 വിളിക്കുന്നത് ഞാൻ ആലോചിച്ച് ഈ എമ്പുരാൻ അടുത്ത വില്ലനായിട്ടൊക്കെ നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അവസാനം കാണിക്കുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യും. മേക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ്, അവർക്ക് ആരെയാണ് കാസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ. പഴശ്ശിരാജ് ഇറങ്ങിയപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇതിനകത്തൊരു ഭാഗം. അതിനകത്ത് നായിക ഒരിക്കലും എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ അറിയില്ലായിരുന്നു പുള്ളിക്കാരി നായികയായിരുന്നു. എന്നോട് ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, സുന്ദരിയായ സ്ത്രീ എന്നോട് ഒന്ന് ചോദിച്ചു, ഹൗ കം യു ആർ നോട്ട് ഇൻ പഴശ്ശിരാജാന്ന്. ഞാൻ ആദ്യം പറഞ്ഞു അത് അവരുടെ മേക്കേഴ്സിൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ആരാന്ന് ചോദിച്ചു. ഞാൻ ഹീറോയിൻ ഓഫ് പഴശ്ശിരാജ കനിയായിരുന്നു. അല്ലെങ്കിലും സിനിമകളിൽ ചേട്ടൻ്റെ ഒരു റോള് നായകൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ആ നായകൻ്റെ ഭയങ്കര ശക്തമായ ഒരു ടീമായിരിക്കും എന്നൊരു അതെനിക്ക് തോന്നുന്നു. വില്ലനായിട്ട് ഒരുപാട് പേരെ ഞാൻ പേടിപ്പിച്ചെന്ന് തോന്നുന്നു. 2020 വന്നപ്പോൾ നായകൻ്റെ കൂടെ ആകുമ്പോൾ അവർക്കൊരു ആശ്വാസം. അങ്ങനെ ഒരുപാട് ഒരു എമ്പുരാൻ 3 അങ്ങനെ ഒന്ന് വിളിക്കണം അവരെ എന്ന് എനിക്ക് തോന്നുന്നു. അവർ അങ്ങോട്ട് വിളിക്കണം, അങ്ങോട്ട് വിളിക്കണം അല്ലേ? അത് ഞാനങ്ങനെ വിളിക്കാറില്ല. അവരുടെ സ്വാതന്ത്ര്യമാണ്. ഈ സാറിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റാത്ത ചില നായന്മാരെ ഒതുക്കിയെന്നൊക്കെ പറയുന്നത് പറയണം. അങ്ങനെയൊന്നും ആകാൻ വഴിയില്ല. കാലത്ത് നമുക്കങ്ങനെ തോന്നുന്നു. അത് ചെറിയ ഭീതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പൊക്കമൊക്കെ ഉള്ളത് സാഹചര്യങ്ങളിലെ ഞാനും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ പടത്തിൽ എന്നെ കാശ് ചെയ്യുന്നില്ല. അതിൽ ഇത്രയും സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഞാനും ഒരുപാട് സ്റ്റാറുകളായിട്ടുള്ള സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. എന്നിട്ടും ആരുടെ പടത്തിനോട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തിനാണ് ഞാനും അത്ഭുതപ്പെടുത്തുന്നത്. ഇതായിരിക്കത്തില്ല ഒരു കഥ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ അത് ആ സ്ക്രിപ്റ്റ് റൈറ്ററും അല്ലെ ഡയറക്ടറും കൂടെ തീരുമാനിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ സ്യൂട്ടബിൾ ആയില്ലെങ്കിൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഇടിച്ച് കയറി കഴിഞ്ഞാൽ അത് ഏച്ച് കെട്ടി മുഴച്ചെന്ന് പോലെ ഇരിക്കും. ആ കഥാപാത്രം ആ സിനിമയിൽ ഷൂട്ടാകും. അങ്ങനെയൊക്കെയുള്ള നമ്മൾ സിനിമയിൽ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ചിന്താഗതി ഉണ്ടാവുന്നു. ഇപ്പോൾ ഈ ജാക്കി ചാൻ ബ്രൂസിലിയൊക്കെ സിനിമയിൽ വന്നത് മാർഷ്യൽ ആർട്സ് കൊണ്ടാണ്. അപ്പോൾ ചേട്ടനൊരു പക്ഷേ മാർഷ്യൽ ആർട്സ് പഠിച്ചില്ലായിരുന്നെങ്കിൽ സിനിമയിലേക്ക് വരില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടോ? മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്, ഒരു ആഡഡ് ക്വാളിഫിക്കേഷൻ. സിനിമയിലേക്ക് വരും, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ആക്ഷൻ സിനിമകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോങ് സ്റ്റാൻഡ്. ഇപ്പം എമ്പുരാനാണെങ്കിലും ആൾക്കാരൊരു ഗംഭീര ആക്ഷൻ സിനിമ പ്രതീക്ഷയാണ്, അതുപോലെ ബുക്കിംഗ് വന്നു. അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു നല്ല മാർക്കറ്റാണ് ഓൾ ഓവർ ദ വേൾഡ്. ആ ഒരു ഇതുള്ളതുകൊണ്ടാണോ ആഷിക്കപ്പൂ മറ്റേ ഇടുക്കി കോട്ടിലേക്ക് കാസ്റ്റ് ചെയ്തത്? ആയിരിക്കണം, പക്ഷേ അതിനകത്ത് നമ്മുടെ കൈ ഒടിഞ്ഞു പോയില്ല. ഓ, അത് ശരിക്കും ഒടിഞ്ഞത് തന്നെ അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ആക്ഷൻ അതിൻ്റെ അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ എന്നിൽ നിന്ന് ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി എന്തോ ഒരു സംഭവം ചെയ്താണ്. അതൊക്കെ ഒരു ആക്ഷൻ ബേസ്ഡ് സിനിമയല്ല. അല്ല, ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ ഉള്ള അതുപോലത്തെ ഒരു സിനിമ അതിന് ശേഷം പിന്നെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഇന്ന് വരെ എനിക്ക് ഒരു ആക്ഷൻ ഫുള്ളായിട്ട് ആക്ഷൻ ചെയ്യാൻ സിനിമ ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. മറ്റുള്ള ഞാൻ ചന്ത, കടൽ, ധാരാളമൊക്കെ പറയുന്നത് 1:3 ഒരു 3 ആക്ഷൻ. അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം കൊണ്ടാണ്. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് പാക്കപ്പ് ചെയ്യുന്ന ആക്ഷനുള്ളൂ. ഒരു ആക്ഷൻ ഒരു ദിവസമാണ്. ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ ഷൂട്ട് ചെയ്ത് 2 ദിവസം കൊണ്ട്, അല്ല 2 മണിക്കൂറുണ്ട്. നമ്മൾ പെട്ടെന്നുള്ള ഫാസ്റ്റായിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ദിവസങ്ങൾ കിട്ടും. പിന്നെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ്. ഇപ്പോൾ എനിക്ക് അതുപോലെ ഒരു 1 ബഡ്ജറ്റ് ആക്ഷൻ ചെയ്യാൻ കിട്ടിയാൽ അത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു എന്താ പറയുന്നത്, ഒരു ബേസ് ഫൗണ്ടേഷൻസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് നമ്മളോട് ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മളെപ്പോഴും പിടിച്ചു നിൽക്കുന്നു. എന്തെങ്കിലും ചോദ്യം കേട്ടോ? പിന്നെ ഞാൻ പറഞ്ഞാൽ വയലൻസ് നമ്മുടെ മനസ്സിൽ വളരെ ഇല്ല, ഇവിടെ തന്നെ സ്ത്രീകൾക്ക് തീരെ ഉണ്ടാക്കിയിട്ടുള്ള വയലൻസ്, ബ്ലഡ് ഷെഡ് എൻ്റെ ഒരു സിനിമയിലും ഞാൻ അന്ന് തന്നെ പെർട്ടിക്കുലറായിട്ട് പറയുന്നത്. ഈ കാക്കമുട്ടയിലേക്ക് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടാൻ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആണോ?
കാക്കമുട്ടയിലേക്ക് എന്നെ മണികണ്ഠനാണ് വിളിക്കുന്നത്. മണികണ്ഠൻ വിളിച്ച് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഥ സിനിമ എടുക്കാനായിട്ട് ആരെങ്കിലും വരും, കാരണം റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ധനുഷും വെട്ടിമാരനുമാണ് പ്രൊഡ്യൂസർ. അപ്പം എനിക്ക് വിശ്വാസമായി പടം തീരും. ഓക്കെ, നല്ല സബ്ജക്റ്റാണ്, പക്ഷേ റിസ്ക്കിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, മണികണ്ഠനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ കാരണമില്ല. എനിക്ക് മണികണ്ഠനെ യാതൊരു പരിചയമില്ല. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു എന്നെ സാർ എൻ്റെ പൂഴിവാസലിനെ പാത്തിനൊക്കെ 2 വാരം ജ്വരം, പുള്ളിക്ക് 2 ആഴ്ച പനിയായിരുന്നു. പൂഴിവാസലിൽ എൻ്റെ ക്യാരക്ടറാണ്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴത്തെ വളർന്നു വന്ന ഡയറക്ടേഴ്സ് അവിടുത്തെ എൻ്റെ പടങ്ങൾ കണ്ടു വളർന്നു വന്ന ആൾക്കാർ. അപ്പോൾ ഈ സർദാർ 2-ൻ്റെ ഡയറക്ടർ ഇവർക്ക് ആ പൂഴിവാസലിനെ കണ്ടിട്ട് പേടിച്ചു പോയ ആൾക്കാർ. ആ പേടി കൊണ്ട് എനിക്കിപ്പോൾ പടം കിട്ടുന്നു. അങ്ങനെ മലയാളത്തിലാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സ് എല്ലാം എൻ്റെ പടം കണ്ട് വളർന്ന പിള്ളേരുണ്ട്. പൃഥ്വിരാജാണെങ്കിലും ദുൽഖറാണെങ്കിലും ഇന്ദ്രജിത്താണെങ്കിലും അതാണെങ്കിലും ഒക്കെ എൻ്റെ മടിയിരുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? പുതിയ പോകുന്നുണ്ട്. അതുപോലെ കാർണിവലിൻ്റെ സമയത്ത് പൃഥ്വിരാജിൻ്റെ മടിയിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുള്ള ഒരു ആ ഒരു സ്നേഹം. കാർണിവലിൽ കൂടുതലും ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു സുഖമായിട്ട്. അതിനകത്ത് ഞാൻ എടുപ്പിച്ചൊരു പടം എപ്പോഴും പോപ്പുലറാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും. പൃഥ്വിരാജിൻ്റെ മടിയിരിക്കുന്നു. ദുൽഖറിനെ ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്ത് ഇപ്പോഴത്തെ വലിയ ചേച്ചി സുഖമാണ് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത പടങ്ങളാണ്. അപ്പോൾ ആ ഒരു പകുതിനാൾ ഈടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു എന്താ പറയുന്നത്, നല്ലൊരു ഫീലാണ് നമ്മളിപ്പോഴും അവരോടൊക്കെ പിന്നെ ഇൻട്രാക്ട് ചെയ്ത് അഭിനയിക്കാൻ സാധിക്കുന്നത്. പടങ്ങൾ നമുക്ക് ചില പടങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ പാർട്ട് ഓഫ് ദ ഡീൽ. ആലിയക്സിനകത്ത് നല്ലൊരു ആക്ഷൻ പ്രതീക്ഷിച്ചായിരുന്നല്ലേ? ആലിയക്സ് സിനിമക്കകത്ത് നല്ലൊരു ആക്ഷൻ പ്രതീക്ഷിച്ചായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചത്. ചോദിച്ചത് ഞാൻ പറഞ്ഞ ഒരു ബിറ്റൂടെ ഇടാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഡയറക്ടർ എല്ലാവരും എൻ്റെ മുന്നേറ്റം ഇത് തന്നെ മതി, ഇത് കൂടുതലാണ്, നന്നായിട്ടുണ്ട്. അങ്ങനെ ഞാനും പറഞ്ഞു ഓക്കെ ശരി അത് മതിയെന്ന് പറഞ്ഞു. അത് ബാബുചേട്ടൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു എൻട്രി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഇടുക്കി കോഡിലും വിജയേട്ടൻ്റെ ഒരു മാരേജ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു ഫൈറ്റ്, പിന്നെ ചൈൽഡ്ഹുഡ് ഫൈറ്റ് മറ്റേ പയ്യൻ കൊണ്ട് നല്ല ഇടുക്കി കോഡ് ഗ്രാൻഡ് മാസ്റ്റർ, പിന്നെ കായംകുളം DH അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ. പിന്നെ ഇപ്പം മദനോത്സവം, ഒരു ജാതി ജാതി. എൻ്റെ ഏറ്റവും വലിയൊരു അഭിനയിക്കുന്ന ഒരു സംഭവം ഞാൻ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ആക്ടിങ്. കാരണം ഓരോ കഥാപാത്രങ്ങളും ഞാൻ ഓരോ ബോഡിയാണ് സെപ്പറേറ്റായിട്ട് എല്ലാത്തിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവും. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്തത്. വൈശാലിയിൽ ലോമപാതം, മദനോത്സവത്തിലെ ആ ക്യാരക്ടർ ചെയ്യാറുണ്ട്. അതുപോലെ ചന്ദ്രയിലെ പ്രധാനം, ഈ ഭരണകൂടത്തിലെ ക്യാരക്ടർ, അതുപോലെ അപരാധം, ശയനം, പടങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വൈശാലിയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടാൻ വർദ്ധൻ സാർ വിളിക്കാൻ വൈശാലിയിൽ ഭരതേട്ടൻ എന്നെ കാണുന്നതിന് മുമ്പ് ഒരു സ്കെച്ച് ചെയ്തു. ആ സ്കെച്ച് ഞാനോട്ട് ഭയങ്കര മാച്ച്. എന്നെ കണ്ടപ്പോൾ ഭരതേട്ടന് മനസ്സിലാകാണ് ആദ്യം വന്നത്. നായികനെ അതുപോലെ കാസ്റ്റ് വരച്ചതാണെന്ന് പറഞ്ഞു കേട്ടു. എല്ലാവരെയും വരച്ചതാണ്. പക്ഷെ അതുവരെ ആ നായികനെ ആരും കണ്ടിട്ടില്ലായിരുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ആ ഫോട്ടോ അദ്ദേഹം വരച്ചൊരു ഫോട്ടോ വെച്ചിട്ടാണ് പിന്നെ അന്വേഷണങ്ങൾ നടത്തി. ഞാൻ അന്നേരം സത്യാന്ന് പറഞ്ഞപ്പോഴും ബോംബെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി വേർഷൻ. അപ്പോഴാണ് ഇവർ കാസ്റ്റിങ്ങിനുള്ളത്. ഒരു ഒരു ഏജൻ്റാണ് സുബറിനെ കൊണ്ടുപോകുന്നത്. ഋഷിഷിങ്ങിനെ കണ്ടുപിടിച്ചാൽ ഞാൻ ലിൻഡാസ് ഒരു ആഡ് ഏജൻസി പോയിട്ട് ഒരു പഴയ ആൽബം നോക്കി അതിനകത്ത് 5 പേരെ സെലക്ട് ചെയ്യുന്നത് ഒരാളാണ് എൻ്റെ. പിന്നെ ഭരതേട്ടന് ഒരു ഞാൻ തന്നെ വേണം എന്നൊരു നിർബന്ധമുണ്ട്. എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്, വലിയ ക്യാരക്ടറായിട്ട് എന്ന് പറയുന്നത് സെൽഫാണ്. ഭരതേട്ടനോട് പലരും ചോദിച്ചു ഇയാൾ തുടക്കക്കാരനാണ്, ഇതിനായിട്ട് അഭിനയിക്കുന്ന ആളാണ്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യുന്നത്. ഭരതേട്ടൻ പറഞ്ഞാൽ അവന് ഈ ഒരു രാജ്യത്തെ രാജാവെന്ന് പറയുന്നത് ആ രാജ്യത്തെ ഏറ്റവും നല്ല യോദ്ധാവായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ യോദ്ധാവിൻ്റെ ബോഡി ലാംഗ്വേജ് എന്നാണ് അത് ബാക്കി ഞാൻ ജയിച്ചോളാം. അതേ ഒരു ഷെയ്ഡുള്ള ഒരു രാജാവാണ് ഗുരു സിനിമയിൽ സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടർ. ആ ഒരു ചെറിയ ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.